കാട്ടാന ശല്യത്തിന്റെ ഭീഷണിയിൽ പൊറുതിമുട്ടി പത്തനംതിട്ട കോന്നി ആവോലിക്കുഴി നിവാസികൾ. രാത്രിയും പകലും ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന കാട്ടാനക്കൂട്ടം കാർഷിക വിളകൾ വ്യാപകമായി നശിപ്പിക്കുന്നതിനാൽ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണ് ഈ മേഖലയിലെ കർഷകർ. പരാതി നൽകിയിട്ടും നടപടിയില്ലെന്ന പരാതിയും ഇവർക്കുണ്ട്. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് കോന്നി ആവോലിക്കുഴി സ്വദേശി ഓമനയുടെ പുരയിടത്തിലെ 200ഓളം വാഴകളും കപ്പയും ഉൾപ്പെടെ കാർഷിക വിളകൾ വ്യാപകമായി നശിപ്പിച്ചത്. വന്യമൃഗങ്ങൾ കൃഷിയിടങ്ങളിൽ ഇറങ്ങാതിരിക്കാൻ സോളാർ വേലികൾ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും ഇവ തകർത്താണ് കാട്ടാനകൾ കൃഷിയിടങ്ങളിലേക്ക് ഇറങ്ങുന്നത്. ഞങ്ങൾ ഇറങ്ങി വന്ന് വാഴക്കൊല വെട്ടാനെ കൊണ്ടിറങ്ങി വന്നപ്പോഴാണ് ഇത് വാവച്ചപ്പോഴാണ് ഇറങ്ങിയത്. സോളാർ പൊട്ടിച്ചോണ്ടാ. സോളാർ ഇട്ടേക്കുക 4 വശവും 2-3 ലക്ഷം രൂപ മുടക്കി ഞങ്ങളുടെ ഇത്രയും ദിവസത്തിന് 4 വശവും സോളാർ ഇട്ടേക്കുക. ഇന്ന് അത് പൊട്ടിച്ചോണ്ടാ കയറിയത്. പുലർച്ചെ കാട്ടാനയുടെ സാന്നിധ്യം മനസ്സിലാക്കി കൃഷിയിടത്തിൽ എത്തിയപ്പോഴാണ് കാട്ടാനക്കൂട്ടം കൃഷികൾ നശിപ്പിച്ചതായി കണ്ടത്. പ്രദേശത്ത് തെങ്ങും കവുങ്ങും ഉൾപ്പെടെ ഒരു കൃഷിയും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. അത് രാത്രികളിലും പാല് വരിക രാത്രിയിലും വെളുപ്പിനെ വെളുപ്പാങ്കാലത്ത് വെച്ചാൽ വരുന്നത്. സാധാരണ വാഴ, കപ്പ ഇങ്ങനെയുള്ള മറ്റു കൃഷികളൊക്കെയാണ്. സമീപകാലത്ത് മാത്രം 5 പ്രാവശ്യമാണ് കാട്ടാനക്കൂട്ടം പ്രദേശത്ത് കൃഷികൾ നശിപ്പിച്ചത്. വായ്പയെടുത്ത് കൃഷി ചെയ്യുന്ന കർഷകരാണ് വന്യമൃഗങ്ങളുടെ ശല്യത്താൽ ദുരിതത്തിലായിരിക്കുന്നത്. അധികൃതരോട് പരാതി പറയുന്നുണ്ടെങ്കിലും കാട്ടാനകളുടെ ശല്യത്തിന് പരിഹാരം കാണാൻ അവർക്ക് കഴിയുന്നില്ല. അമൃത ന്യൂസ്, പത്തനംതിട്ട.